ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. സദ്യയ്ക്ക് വിളമ്പാനും ഊണിന് സൈഡ് ഡിഷായിട്ട് കൂട്ടാനും വെറുതെ കഴിക്കാനും ഒക്കെ പറ്റിയൊരു വിഭവമാണ് എരിശ്ശേരി. മത്തങ്ങ കൊണ്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. ഇത് 1/2 കിലോ മത്തങ്ങ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് നുറുക്കി വെച്ചതാണ്. വീട്ടിലുണ്ടാകുന്ന മത്തങ്ങയാണെങ്കിൽ തൊലി കളയണമെന്നില്ല. ചീനച്ചട്ടിയിലേക്ക് മത്തങ്ങ കഷ്ണങ്ങളിടാം. നെഗക്ക് വെള്ളമൊഴിക്കാം. അധികം വേവൊന്നുമില്ല മത്തങ്ങയ്ക്ക്. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. നല്ലോണം ഇളക്കിയിട്ട് വെള്ളത്തിൽ പൊടികൾ മിക്സ് ആവണ പോലെ ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ആവി തട്ടി പെട്ടെന്ന് വെന്ത് കിട്ടും. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ. നല്ല മഞ്ഞ നിറാണല്ലോ അല്ലെങ്കിൽ തന്നെ. 1/4 കപ്പ് നാളികേരം, ഇത് അരച്ചെടുക്കാനുള്ളതാണ്. 10 മണി കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1 തണ്ട് കറിവേപ്പില. വെണ്ണ പോലെ അരയേണ്ട, തരിതരിപ്പായിട്ട് കിട്ടിയാൽ മതി. 4-5 മിനിറ്റായി. ഇപ്പോൾ വെന്തു. കഷ്ണത്തിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങിയിട്ടുണ്ട്. ചതച്ച് വെച്ചത് ചേർക്കാൻ. കുത്തി ഉടച്ച് ഇളക്കണ്ട, വല്ലാണ്ട് ഉടയുണ്ട്. ഗ്രേവി ആയിട്ടും ഉണ്ടാക്കാം. സദ്യയ്ക്ക് ഇലയിൽ വിളമ്പുമ്പോൾ ഇത്തിരി ഉതിർന്നിട്ടാണ്, ഒഴുകി പോവാത്ത എരിശ്ശേരിയാണ് ഉണ്ടാക്കണേ. നാളികേരത്തിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. എല്ലാം മിക്സായി. ഇനി ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് ചീനച്ചട്ടിയിൽ 2 ടീസ്പൂൺ എണ്ണ, വെളിച്ചെണ്ണയാണ് വേണ്ടത്. സാധാരണ കറികളിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഇത്തിരി കൂടുതൽ വേണം വറുത്തിടാൻ. 1/4 ടീസ്പൂൺ കടുക്, പൊട്ടിക്കഴിഞ്ഞ് 5 വറ്റൽമുളക് കഷ്ണാക്കിയത്, 2 തണ്ട് കറിവേപ്പില. കടുകിട്ട് പൊട്ടുമ്പോൾ തന്നെ തീ കുറയ്ക്കാം, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഇത് 1/2 കപ്പ് നാളികേരമുണ്ട് ചെറുക്കിയത്. ഇത് വറുത്തെടുക്കാം. ബ്രൗൺ കളറിലാവണം. അരയ്ക്കണതിൻ്റെ ഇരട്ടി വേണം വറുക്കാൻ. ഇപ്പോൾ 1/4 കപ്പ് നാളികേരം നമ്മൾ അരയ്ക്കാനും 1/2 കപ്പ് വറുക്കാനും എടുത്തു. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വറുക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഗോൾഡൻ ബ്രൗൺ കളറാവും വേണം. മൊരിഞ്ഞ് വരണം നാളികേരം. കഷ്ണം പൊടികളിലിട്ട് വേവിച്ച് അരപ്പും ചേർത്തിട്ടുണ്ട്. സീസണിങ്ങിലുള്ള കാര്യമാണ് കടുകിൻ്റെയും മുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഒപ്പം നാളികേരം വറുത്തിടൽ. മൂത്തിട്ടുണ്ട്, നിറം മാറി ഒന്നുകൂടി റോസ്റ്റ് ആവണം. നാളികേരം കത്തികൊണ്ട് മുറിച്ചെടുത്ത് പൾസ് ചെയ്തതാണിത്, ചെറുകണിന് പകരം. ഇത്തിരി കൂടി കളർ മാറാനുണ്ട്. ചെറിയ ഫ്ലെയിമിൽ തന്നെ അല്ലേന്ന് ശ്രദ്ധിക്കണം. മുളക് പൊടിയുടെയും കുരുമുളകിൻ്റെയും ഇങ്ങനെ വറുത്തിടുന്ന മുളകിൻ്റെയും കൂടി എരിവാണ് എരിശ്ശേരിയിൽ വരിക. കുരുമുളകിൻ്റെ ഫ്ലേവറാണ് മുമ്പിൽ നിൽക്കുക. മത്തങ്ങയുടെ മധുരം മാറാൻ വേണ്ടിയിട്ടുള്ള എരിവ് ചേർക്കണം, അത്രയേ ഉള്ളൂ. തുടർച്ചയായിട്ട് ഇളക്കണം. ഇപ്പം എല്ലാം ബ്രൗണായി. ഇനി ഓഫ് ചെയ്യാം. കഷ്ണങ്ങളുടെ മുകളിൽ നാളികേരം വറുത്ത് ചേർക്കാം. ഇനി പതുക്കെ ഇളക്കാം. കഷ്ണം അധികം ഉടഞ്ഞു പോകണ്ട, വേണമെങ്കിൽ മാത്രം കുറച്ച് പ്രസ് ചെയ്ത് ഉടയ്ക്കാം. അങ്ങനെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ്. ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമായ ഓണത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.